അല്ല, മറിച്ച് മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഉമ്മമാരെ, സഹോദരിമാരെ, 1000 വാള് കേൾക്കുന്നതിനേക്കാൾ ഉപകരിക്കൽ ഒരു ദീനീ ചുറ്റുപാടുള്ള സാഹചര്യം കണ്ടാൽ ആ കാഴ്ചയാണ് 1000 തവണ നാവിട്ടടിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു മനുഷ്യന്റെ മനസ്സിൽ ഇടം പിടിക്കുക. കേൾക്കുന്നതിനേക്കാൾ കണ്ടാണ് പഠിക്കുക. കണ്ടുപഠിക്കും. അതുകൊണ്ടല്ലേ നിങ്ങളോടൊക്കെ ഞാൻ മൂക്കത്ത് കൈവെക്കാൻ പറഞ്ഞു. ഞാൻ കവളത്ത് കൈവച്ചപ്പോ ഭൂരിഭാഗം ആളുകളും കവളത്ത് കൈവച്ചത് അതുകൊണ്ടാണ്, മൂക്ക് തിരിയാത്തത് കൊണ്ടല്ല. അത് കാരണം നിങ്ങളൊക്കെ എന്നെ കാണുന്നത് എങ്ങനെയാണ്, പറയുന്നത് പോലും നിങ്ങൾ മറന്നുപോയി. ഞാൻ ചെയ്യുന്നത് പോലെയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇതുപോലെയാണ് നമ്മുടെ വീട്ടിലും. ഇങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണോ പെരുമാറുന്നത്, നമ്മൾ ഏത് സംസ്കാരമാണോ വളർത്തുന്നത്, അത് കണ്ടാണ് നമ്മുടെ മക്കള് പഠിക്കുക, അതാണ് അവരനുകരിക്കുക. ഞാൻ വളരെ വിനയത്തോടുകൂടെ വേദനാജനകമായ എന്നാൽ രസകരമായ ഒരു സംഭവം ഓർക്കുകയാണ്. മദ്രസയിലേക്ക് പുതിയതായി കൊണ്ടുവന്നൊരു കുട്ടിയെ, ആ കുട്ടിയോട് അധ്യാപകൻ പേര് ചോദിച്ചു. മോനെ, നിന്റെ പേരെന്താണ്? കുട്ടി പേര് പറഞ്ഞു. ഉടനെ തന്നെ കുട്ടിയോട് രണ്ടാമത് ചോദിച്ചു, നിന്റെ ബാപ്പയുടെ പേരെന്താണ്? നിന്റെ ഉപ്പയുടെ പേരെന്താണ്? കുട്ടി മറുപടി പറഞ്ഞു, ഉപ്പച്ചി. നിന്റെ ഉമ്മയുടെ പേരെന്താണ്? ഉമ്മച്ചി. അപ്പൊ ഉസ്താദിന്, അധ്യാപകന് ഒരു തന്ത്രം പ്രയോഗിച്ചു നോക്കി. നിന്റെ ബാപ്പ ഉപ്പച്ചി ഉമ്മച്ചിയെ എന്താണ് വിളിക്കാറുള്ളത് എന്ന് ചോദിച്ചു. പേര് കണ്ടെത്താൻ വേണ്ടിയിട്ട് ചോദിച്ചതാണ്. സുബ്ഹാനല്ലാഹ്, തെറ്റെന്തെന്നറിയാത്ത ഈ ഇളം പൈതലിന്റെ മറുപടി, എന്റെ ബാപ്പ എന്റെ ഉമ്മയെ വിളിക്കുന്നത് ഞാൻ കേട്ടത് തൊട്ടാൽ 7 പ്രാവശ്യം കഴുകേണ്ട മുഗല്ലദായ നജസായി ഗണിക്കപ്പെടുന്ന ഒരു ജീവിയുടെ പേരാൻ. എന്നാലിന്റെ മോളെ, പരസ്യമായി പറയാൻ പറ്റാത്തൊരു ജീവി. തൊട്ടാൽ 7 പ്രാവശ്യം കഴുകേണ്ട മുഗല്ലദായ നജസ് രണ്ടാണ്, ഖിൻസീർ, കൽബ്, നായയും പന്നിയും. അതിന്റെ മോളെ എന്നാണ് എന്റെ ബാപ്പ എന്റെ ഉമ്മാനെ വിളിക്കാറുള്ളത്. എങ്ങനെയുണ്ട് മുഅ്മിനീങ്ങളെ, എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ? എത്ര കാലം മതവിദ്യ പഠിപ്പിച്ചാലും നമ്മുടെ മക്കളെ സംസ്കാരം പഠിക്കുന്നത് നമ്മിൽ നിന്നാണ്. നമ്മുടെ വീടാണ് ഏറ്റവും വലിയ കലാലയം, ഏറ്റവും വലിയ അധ്യാപിക ഉമ്മയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, സന്തോഷമുള്ള, കലഹമില്ലാത്ത, സംഘർഷങ്ങളില്ലാത്ത, സംഘട്ടനങ്ങളില്ലാത്ത, സമാധാനം നിറഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബജീവിതം ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യമായി ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട്, ഉപ്പമാരോട് പറയട്ടെ, മുഅ്മിനീങ്ങളെ, ഓ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് ഒരിക്കലും ഗൗരവപ്പെട്ടുകൂടാ, ദേഷ്യം പിടിച്ചുകൂടാ. വഅശിറൂഹുന്ന ബിൽ മഅറൂഫ്, നല്ല നിലക്ക് ഭാര്യമാരുമായി കൂടിക്കലരണം കേട്ടോ. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചത് അങ്ങനെയല്ലേ മുഅ്മിനീങ്ങളെ? ഖുർആൻ പഠിപ്പിച്ചത് അങ്ങനെയല്ലേ മുഅ്മിനീങ്ങളെ? നിസാരമായ പ്രശ്നങ്ങൾക്ക് വരെ ഭാര്യമാരോട് ദേഷ്യം പിടിക്കുന്ന രക്ഷിതാക്കളില്ലേ, ഭർത്താക്കന്മാരില്ലേ? ഞാൻ വിനയത്തോടുകൂടെ നിങ്ങളുടെ മുമ്പിൽ ഒരു ഹദീസ് വെക്കട്ടെ. അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി, അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യമാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ഭാര്യയുടെ വീട്ടിൽ താമസിക്കുന്ന അവസരത്തിൽ സുബ്ഹാനല്ലാഹ്, മറ്റൊരു ഭാര്യയതാ ഹബീബായ നബി തങ്ങൾക്ക് വേണ്ടി ഒരു മധുരപാനീയം ഉണ്ടാക്കി കൊടുത്തുവിടുന്നു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്നീ സദസ്സിൽ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി നിയ്യത്താക്കിയിട്ട് പായസം വിതരണം ചെയ്തവരില്ലേ? അല്ലാഹുവേ കബൂലാക്കണേ റഹ്മാനേ. എന്നതുപോലെ മറ്റൊരു ഭാര്യയതാ നബി തങ്ങൾക്കൊരു മധുരപാനീയം ഉണ്ടാക്കി കൊടുത്തുവിടുന്നു. ഭൃത്യന്റെ അടുക്കൽ ഒരു പായസം ഉണ്ടാക്കി കൊടുത്തു വിട്ടു. സുബ്ഹാനല്ലാഹ്, പായസവുമായി ഭൃത്യൻ, മധുരപാനീയം നിറഞ്ഞ പാത്രവുമായി ഭൃത്യൻ വന്നു.
നബി തങ്ങളുടെ വീട്ടിൽ വന്ന് വിളിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരേ, ഇത് തങ്ങൾക്ക് വേണ്ടി ഉമ്മ തന്നു വിട്ടതാണ്. ഇതങ്ങ് അകത്ത് നിന്ന് കേൾക്കേണ്ട താമസം. അകത്ത് നിന്നതാ നബി തങ്ങളുടെ ഭാര്യ ഓടി വന്ന്, അന്നത്തെ ഊഴം ആ ഭാര്യയുടേതാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ റംല ബീവിയാണ്. അകത്ത് നിന്ന് ഓടി വന്ന് ഈ ഭൃത്യന്റെ കയ്യിൽ നിന്നതാ പാൽപാത്രമങ്ങ് തച്ചുടക്കുന്നു, തട്ടിത്താഴോട്ടിടുന്നു. ആരാണ് ചെയ്യുന്നത്? നിബിതങ്ങളുടെ ഭാര്യ. ആരുടെ മുമ്പിൽ വെച്ചാണ് ചെയ്യുന്നത്? ഹബീബായ നിബിതങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ. പായസവുമായി കയറി വന്ന ഭൃത്യന്റെ കയ്യിൽ നിന്ന് പാത്രമങ്ങ് തട്ടിയിട്ട്, എനിക്കും അറിയാം പായസം ഉണ്ടാക്കി കൊടുക്കാൻ, അവളോട് അവളുടെ വീട്ടിൽ വരുമ്പോ ചെയ്താ മതി എന്ന് പറ, ഇങ്ങോട്ട് കൊടുത്തുവിടണ്ട. അതാണ് അതിന്റെ താല്പര്യം. അവളോട് അവിടെ നിന്ന് ഉണ്ടാക്കി കൊടുത്താൽ മതി, ഇങ്ങോട്ടൊന്നും കൊടുത്തുവിടണ്ട എന്ന് പറ. സുബ്ഹാനല്ലാഹ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ ഒരു അതിഥി കയറി വരുന്ന അവസരത്തിൽ നമ്മുടെ ഭാര്യ ആ കയറി വന്ന ആളുടെ മുന്നിൽ വെച്ച് നമ്മളോട് ഇതുപോലത്തെ ഒരു സമീപനം കാണിച്ചാൽ നാം ഏത് നിലക്കാണ് അതിനോട് പ്രതികരിക്കുക? തട്ടിയിട്ടത് ഓർമ്മയുണ്ടാവും, നമ്മുടെ കൈ അവളുടെ മുഖത്തുണ്ടാവും. അതല്ലേ വാസ്തവം? എന്നാൽ നബിതങ്ങള് പറഞ്ഞത് കണ്ടോ? കേറി വന്ന ഭൃത്യനോട് പറഞ്ഞു, മോനെ, ഇവിടെയുള്ള ഉമ്മ ഗൗരവത്തിലാണ്, അല്പം ഗൗരവത്തിലാണ്. നീ അവിടെ ചെന്ന് പറഞ്ഞേക്ക്, ഞാൻ അവിടെ വന്ന് കഴിച്ചോളാം. ഉമ്മ അല്പം ഗൗരവത്തിലാണ്. മോൻ ചെന്ന് പറ, ഞാൻ അവിടെ വന്ന് കഴിച്ചോളാം. മോൻ പൊക്കോ എന്ന് പറഞ്ഞ് മകനെ യാത്രയാക്കി, കൊണ്ടുവന്ന ഭൃത്യനെ യാത്രയാക്കി. എന്നിട്ട് അതാ താഴോട്ട് പാത്രം തട്ടിയിട്ട ഭാര്യയെ വിളിച്ചു, മോളെ, നിനക്കും ഇതുപോലത്തെ പായസം ഉണ്ടാക്കാൻ അറിയുമല്ലേ? എന്നാൽ നീയും എനിക്കുണ്ടാക്കി തരണം കേട്ടോ. നിനക്കും അങ്ങനെ ഉണ്ടാക്കാൻ അറിയുമല്ലേ? എങ്കിൽ നീയും എനിക്ക് ഇതുപോലെ ഉണ്ടാക്കി തരണം കേട്ടോ എന്ന് പറഞ്ഞ് നമുക്ക് രണ്ടുപേർക്കും ഇത് തുടച്ചെടുക്കാമല്ലേ, പൊട്ടിയ പാത്രം പെറുക്കിയെടുക്കാമല്ലേ എന്ന് പറഞ്ഞു പുഞ്ചിരിയോടുകൂടെ തന്റെ ഭാര്യയെ അരികെ വിളിച്ച്, സുബ്ഹാനല്ലാഹ്, രണ്ടുപേരും കൂടെ ചിന്തിപ്പോയ മധുരപാനീയം വടിച്ചെടുക്കുകയാണ്. പൊട്ടിപ്പോയ പാത്രത്തിന്റെ കഷ്ണങ്ങൾ പെറുക്കിയെടുക്കുകയാണ്. എന്തൊരു സൽസ്വഭാവമാണ് മുഅ്മിനീങ്ങളെ! ഇതല്ലേ ഹബീബായ നബിതങ്ങൾ നമ്മളോട് കാണിച്ച ശൈലി? എന്നാൽ നമ്മളോ നമ്മുടെ ഭാര്യമാരിൽ നിന്ന് നിസ്സാരമായൊരു പ്രശ്നം വരുമ്പോഴേക്ക് കണ്ണുരുട്ടുകയും മുഖം വീർപ്പിക്കുകയും ഗൗരവപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ അത് ഹബീബായ നബിതങ്ങളുടെ ചര്യയല്ല. നമുക്കൊരു പ്രശ്നമുണ്ട്. നമ്മുടെ ഭാര്യ ഭക്ഷണം ഉണ്ടാക്കി തന്നാൽ ആ ഭക്ഷണം നമ്മൾ വയറ് നിറയെ കഴിക്കും. പുറത്ത് ചിലപ്പോൾ നമ്മൾ പോയി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഭക്ഷണം കഴിച്ചാൽ നമ്മൾ അഭിപ്രായം പറയും, നല്ല ഭക്ഷണം കേട്ടോ, നന്നായിട്ടുണ്ട്. എന്നാൽ മുഅ്മിനീങ്ങളെയോ, പ്രിയപ്പെട്ട പുരുഷന്മാരെ, ചെറുപ്പക്കാരെ, നിങ്ങളുടെ ഭാര്യമാർ നിങ്ങൾക്ക് ഭക്ഷണം വിളമ്പിത്തരുന്ന അവസരത്തിൽ ആ ഭക്ഷണത്തിലേക്കൊന്ന് കൈകുത്തിയിട്ട് അതൊന്ന് വായിലേക്ക് വെച്ച ഉടനെ നിന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട്, എന്തൊരു രുചിയാണ്, നന്നായിട്ടുണ്ട് മോളെ, നിന്റെ കൈ എന്തൊരു പുണ്യമുള്ള കൈയാണെന്ന് പറഞ്ഞാൽ, മോനെ, നീ തറവാട്ടിലേക്ക് കയ്യും തിരികെ ഉറങ്ങുന്ന അവസരത്തിൽ പതിരാ സമയത്ത് പ്രഭാതം പൊട്ടി വിടരുന്നതിന്റെ മുമ്പ് എണീറ്റ് നിനക്ക് വേണ്ട ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങിയതാ നിന്റെ പെണ്ണ്. ആ പെണ്ണിന് ഉറക്കമൊഴിച്ചത് പ്രശ്നമല്ല, തീ പൊള്ളലേറ്റത് പ്രശ്നമല്ല, എടുത്ത പണികളുടെ ഭാരം മഞ്ഞുപോലെ ഉരുകിയിടിക്കുന്നു. എന്തേ? തന്റെ ഭർത്താവിന്റെ വായിൽ നിന്ന് തനിക്ക് കിട്ടിയ അംഗീകാരമാണ്. നന്നായിട്ടുണ്ട് മോളെ, നിന്റെ ഭക്ഷണം എന്തൊരു രുചിയാണ്, നിന്റെ കൈ എന്തൊരു പുണ്യമുള്ള കൈയാണെന്ന് പറഞ്ഞാൽ ആ വാക്ക് നിന്റെ ഭാര്യക്ക് നൽകുന്ന സന്തോഷം വാക്കുകൾക്ക് അതീതമാണേ. പക്ഷെ നമ്മളിൽ നിന്ന് പലപ്പോഴും അതൊന്നും ചെയ്യാറില്ല. നമുക്കതൊക്കെ അന്യമാണ്. നമ്മുടെ ഭാര്യമാരുടെ ഒരു രണ്ടു വാക്ക് പറയാൻ. ഇന്നത്തെ ഏറ്റവും വലിയ ശാപമാണ് ഈ സ്മാർട്ട് ഫോൺ. ഓ ചെറുപ്പക്കാരാ,
നേരം വെളുത്ത് നീ വീട് വിട്ടിറങ്ങി. നിന്റെ ഭാര്യയുടെയും മക്കളുടെയും മഈശത്തിന് വേണ്ടിയിട്ട് തന്നെയാ നീ പുറത്തു പോയത്. പക്ഷേ പാതിരാ സമയം വരെ തൊഴിലെടുത്ത് നീ വീട്ടിലേക്ക് കയറി വരുമ്പോൾ സദാസമയവും നിന്നെ കുറിച്ച് ആലോചിച്ച് നിന്റെ വീട്ടിലിരിക്കുന്ന നിന്റെ പെണ്ണില്ലേ, നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നിന്റെ ഭാര്യയില്ലേ, നിന്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്ന നിന്റെ പെണ്ണില്ലേ, വീട്ടിലേക്ക് കയറി വന്ന് നിന്നോടൊന്നിച്ച് ഒരല്പസമയം സല്ലപിക്കാൻ അവൾക്ക് ആഗ്രഹമുണ്ട്. അവൾ അതിനു വേണ്ടി കൊതിച്ചു നിൽക്കുകയാണ്. ആ സമയത്തും വീട്ടിലേക്ക് കയറി വന്ന് നിന്റെ ഭാര്യയെ മെയിൻറ്റെയിൻ ചെയ്യാതെ നീ സാധനത്തിൽ തൊട്ടുകൂട്ടിയിരുന്നാൽ അത് നിന്റെ പെണ്ണിനോട് നീ കാണിക്കുന്ന ഏറ്റവും വലിയ അപരാധമാണ്, ഏറ്റവും വലിയ തെറ്റാണ്. ഒരിക്കലും അങ്ങനെ ചെയ്തുകൂടാ. ഞാൻ സാന്ദർഭികമായ ഒരു വിഷയം പറയട്ടെ മുഅ്മിനീങ്ങളെ, ഈ അടുത്ത് നമ്മളൊക്കെ വായിച്ചു കാണും, ഒരുപക്ഷെ നിങ്ങൾ വായിച്ചു കാണും എന്നേക്കാൾ കൂടുതൽ. ഡോക്ടറായ ബാപ്പയാണ്. ബാപ്പ വലിയ ഡോക്ടറാണ്. ധാരാളം രോഗികൾ ബാപ്പയെ കാണാൻ വേണ്ടി വരാറുണ്ട്. വീട്ടില് വന്നാലും ബാപ്പക്ക് തിരക്കാണ്. ഒരിക്കൽ ബാപ്പയോട് മകൻ അടുത്തു വന്നിട്ട് ചോദിച്ചു, ബാപ്പാ, ഒരു രോഗിയെ ചികിത്സിക്കാൻ ബാപ്പ എത്രയാണ് കാശ് മേടിക്കാറുള്ളത്? ബാപ്പ എത്രയാണ് ഫീസ് മേടിക്കാറുള്ളത്? കുട്ടിയുടെ ബാപ്പയുടെ മറുപടി, 250 രൂപ മേടിക്കും മോനെ. രൂപ മേടിക്കും മോനെ, 250 രൂപ മേടിക്കും. ഇത് പറഞ്ഞ ഉടനെ ബാപ്പക്ക് ഡാഡിക്ക് തിരക്കാണ്. ബാപ്പ പോവട്ടെ എന്ന് പറഞ്ഞ് ബാപ്പ ഇറങ്ങി. സുബ്ഹാനല്ലാഹ്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഡോക്ടറെ കാണാൻ വേണ്ടി ബുക്ക് ചെയ്ത നീണ്ട ക്യൂ ഉണ്ട്. അതിൽ നിന്നതാ വിളിച്ചു പറയുന്നു, നെക്സ്റ്റ് ടോക്കൺ 45, അടുത്തത് 45 എന്ന് പറഞ്ഞപ്പോൾ ഒരു കുട്ടിയതാ ഡോക്ടറുടെ റൂമിലേക്ക് കയറി വരുന്നു. കയറി വന്ന ഉടനെ കയ്യിൽ ചുരുട്ടിപ്പിടിച്ച നോട്ടുകളെടുത്ത് ഇതങ്ങ് വെച്ച് നീട്ടുന്നു ഡോക്ടറുടെ കയ്യിലേക്ക്. ഡോക്ടർ നോക്കിയപ്പോൾ, ഓ മൈ ഗോഡ്, ഇതെന്താണ്? എന്റെ കുട്ടിയാണോ? മോനെ, നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോ ഈ കുട്ടിയുടെ മറുപടി, ബാപ്പ, ഒരു രോഗി 250 രൂപ തന്നാൽ 10 മിനിറ്റോളം നിങ്ങളൊരു രോഗിയെ പരിശോധിക്കുമെന്നല്ലേ പറഞ്ഞത്? 250 രൂപ പിടിച്ചോളൂ, എന്റെ കൂടെ ഒരു 10 മിനിറ്റ് കളിക്കാൻ വരുമോ ബാപ്പ? 250 രൂപ എന്നാൽ 10 മിനിറ്റ് ഒരു രോഗിക്ക് വേണ്ടി എന്റെ ബാപ്പ ചെലവഴിക്കില്ലേ? 250 രൂപ ഇതാ, എന്റെ കൂടെ ഒരു 10 മിനിറ്റ് കളിക്കാൻ വരുമോ? നോക്കൂ മിനിങ്ങളെ, 7 വയസ്സ് വരെ നീ നിന്റെ കുട്ടിയുടെ മുന്നിൽ 2 കൈകളും കുത്തി അമ്പ കളിക്കണം മോനെ, അമ്പ കളിക്കണം, മാന കളിക്കണം. ആ കുട്ടിയോടൊന്നിച്ച് നീ കളിക്കണമെന്ന് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊക്കെ തിരക്കാണ്, ബിസിയാണ്. എന്നിട്ട് വീട്ടിലേക്ക് കയറി വന്നാൽ ഭാര്യയോട് മിണ്ടാൻ സമയമില്ല. പിന്നെയും സ്മാർട്ട് ഫോണിലാണ്, ഫേസ്ബുക്കിലും വാട്സപ്പിലുമാണ്. എന്നിട്ട് പിന്നെ കടന്നുറങ്ങുന്നു. നേരം വെളുത്താൽ വീണ്ടും എണീറ്റ് പോകുന്നു. മോനെ, നിന്റെ ഭാര്യ അന്യരുത്തനോട് ഫോണിലൂടെ അവിഹിത സംസാരം തുടരുന്നുവെങ്കിൽ 1ാമത്തെ പ്രതി, 2ാമത്തെ പ്രതിയും 3ാമത്തെ പ്രതിയും നീ തന്നെയാണ്. കാരണം നിന്റെ ഭാര്യക്ക് നിന്നിൽ നിന്ന് മധുരമുള്ള വാക്കുകൾ കേൾക്കുന്നില്ല. നിന്റെ ഭാര്യയോട് നീ ഒന്നും പുഞ്ചിരിച്ച് സംസാരിക്കുന്നില്ല. നിന്റെ ഭാര്യ ആഗ്രഹിക്കുന്നത് ശാരീരിക സുഖം മാത്രമല്ല, മാനസിക സുഖം കൂടെയുണ്ട്. അത് നിന്നിൽ നിന്ന് കിട്ടാതെ വന്നപ്പോൾ പിന്നെ നിന്റെ ഭാര്യ അത് കിട്ടുന്നിടത്തേക്ക് ചേക്കേറിയതിൽ ഉത്തരവാദി നീ കൂടെയാണ്. അതുകൊണ്ട് ഞാൻ വളരെ വിനയത്തോടു കൂടെ ഉണർത്തു, എന്തുണ്ടെങ്കിലും പെരയിൽ വന്നാൽ എല്ലാം ഒന്ന് മാറ്റിവെക്കണോ, നമ്മൾ എല്ലാം ഒന്ന് മാറ്റിവെക്കണോ. എന്നിട്ട് ഭാര്യയോടും മക്കളോടും ഒന്നിച്ചിരുന്ന് ഒരുമിച്ചിരുന്നും അല്പം സംസാരിക്കണോ.